ഏറ്റവും ഒടുവിൽ ഗൾഫ് രാജ്യങ്ങൾ ഇടപെടുകയാണ്. സംഘർഷം നേരത്തെ തന്നെ ഇവർ അമേരിക്കയോട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിച്ചാണ് സംസാരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് ഏതാണ്ട് വിരാമമെത്തി എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇറാനും ഒമാനും തമ്മിൽ ഹോർമുസുമായി ബന്ധപ്പെട്ട് ചില ധാരണകൾ എത്തിയത്. അതുപ്രകാരം ഹോർമുസിലേക്ക് കടക്കുന്ന കപ്പലുകൾ ഇറാന്റെ നിയന്ത്രണത്തിലും അതിന് ചെറിയ ചുങ്കമൊക്കെ പിരിക്കും. പുറത്തേക്ക് വരുന്ന കപ്പലുകൾ ഒമാൻ നിയന്ത്രിക്കും എന്നാണ്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലാണല്ലോ ഹോർമുസിന്റെ അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് കൂടി സൗകര്യപ്രദമായ ഒരു കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ ഇത് അംഗീകരിക്കില്ല എന്നാണ് ട്രംപ് നിലപാട് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ വലിയ തോതിൽ ഇടപെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊന്നുമല്ല, ഇറാനുമായുള്ള സംഘർഷം വളരെ വേഗം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉയർന്ന ഊർജ്ജ വിലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ സാഹചര്യം ഇനിയും അധികകാലം തുടരുമെന്ന് താൻ കരുതുന്നില്ല എന്നും കൂട്ടിച്ചേർക്കുന്ന പശ്ചാത്തലമാണ് ട്രംപിന്റെ ഭാഗത്ത്. അപ്പോൾ ട്രംപ് വഴങ്ങുന്നു, ഹോർമുസിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ പോകുന്നു. അതിൻ്റെ പ്രതിഫലനം ഇന്നലെ മുതൽ തന്നെ അന്താരാഷ്ട്ര ഓയിൽ വിപണിയിൽ സംഭവിച്ചിട്ടുണ്ട്. 80-ന് താഴേക്ക് ഓയിൽ വില എത്തിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസകരമാണ്. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, നേരത്തെ പറഞ്ഞതുപോലെ ഇറാനും ഒമാനും തമ്മിലുള്ള കരാറാണ്, ഒരു തരത്തിലും അമേരിക്ക അംഗീകരിക്കാത്ത കരാർ ആദ്യഘട്ടം മുതൽ. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി US പ്രസിഡന്റിനെ വിളിച്ചു, ഫോണിൽ സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. സൗദിയുമായി ബന്ധപ്പെട്ട സംഭാഷണമുണ്ടായി. തുടർന്നാണ് ഈ സമ്മതത്തിലേക്ക് ട്രംപ് എത്തിയത് എന്നാണ്. രഞ്ജിത്ത്, ജൂണിൽ ഇറാനും അമേരിക്കയുമായി ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ, ആ കരാർ പിന്നീട് ലംഘിക്കപ്പെടുന്നു. ഇരു വിഭാഗങ്ങളും പരസ്പരം ആക്രമണം നടത്തുന്നു. ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇനി ഇറാനെ നയതന്ത്ര ചർച്ചകളിലേക്ക് മടക്കിക്കൊണ്ടുവരണമെങ്കിൽ നിലവിൽ ഹോർമൂസിൽ ഉരുത്തിരിഞ്ഞ പ്രതിസന്ധി അവസാനിക്കണം. അതാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ച സ്വരം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്പം മുൻപ് ട്രംപ് ഓവൽ ഹൗസിൽ നടത്തിയ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആ പ്രതികരണത്തിൽ ഇറാനുമായി ഹോർമൂസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിലവിലെ പ്രതിസന്ധികൾ ഉടൻ അവസാനിക്കുമെന്നും പ്രതികൂല സാഹചര്യങ്ങൾ അധികം നീണ്ടുപോകില്ല എന്നുമാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു വിട്ടുവീഴ്ചയുടെ സൂചന അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളിൽ ഉണ്ട്. അതിലേക്ക് എത്തിച്ചത് നിലവിലെ സാഹചര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഇറാനും ഒമാനും തമ്മിലുള്ള കരാർ സംബന്ധിച്ച് ആ കരാറിൽ അവസാനഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും അന്തിമഘട്ടത്തിലാണെന്നും എന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഏതാണ്ട് 48 മണിക്കൂർ പിന്നിടുന്നു. പക്ഷേ ഈ ഹോർമൂസ് താൽക്കാലികമായെങ്കിലും തുറക്കാനുള്ള പ്രാഥമിക കരാർ, അതിൻ്റെ വ്യവസ്ഥകൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒമാനും ഇറാനും സംയുക്തമായി ഇക്കാര്യത്തിൽ പ്രസ്താവന ഇറക്കുമെന്നും കരാറിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിതുവരെ ഉണ്ടായിട്ടില്ല. ഇറാന് മേൽക്കൈയുള്ള ഒരു താൽക്കാലിക കരാറാണ് വരുന്നത് എന്ന ഇതിനോടകം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഹോർമൂസിലൂടെ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന വാണിജ്യ കപ്പലുകൾ അത് ഇറാൻ തീരത്തൂടെ കടന്നു പോകണം. തിരികെ മടങ്ങുന്ന കപ്പലുകൾ ഒമാൻ തീരത്തു കൂടി വേണം മടങ്ങാനും ഇന്ത്യൻ ഓഷ്യനിലേക്ക്. പക്ഷേ ആ മടക്കത്തിലും അടക്കം ഇറാൻ്റെ അനുമതി വേണം. മാത്രമല്ല, പരിശോധനയ്ക്കടക്കം സമ്പൂർണ്ണ നിയന്ത്രണം ഇറാനുമേൽ നിക്ഷിപ്തമാകുന്നതാണ് പുതിയ പ്രാഥമിക കരാർ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഇനി അന്തിമ പ്രഖ്യാപനവും അതിൻ്റെ വിശദാംശങ്ങളും വരേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയാണ്. അമേരിക്കയിൽ നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ നടക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും അതിനു മുമ്പ് തന്നെ ആരംഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർവേകളിലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിച്ഛായ അതിൽ മങ്ങലേൽപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യുദ്ധത്തോട് 60% ജനങ്ങൾക്കും യോജിപ്പില്ല. മാത്രമല്ല, ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞ കാരണങ്ങൾ, ആ കാരണങ്ങളിലേക്കൊന്നും തന്നെ ഇതുവരെ എത്താൻ സാധിച്ചില്ല, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ നിലവിൽ ആണവ നിരായുധീകരണവും അതോടൊപ്പം തന്നെ ഇറാനുമായി എന്നേക്കുമായി ഒരു കരാർ, അതിലേക്ക് അടക്കം എത്തണമെങ്കിൽ ചർച്ചകളിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരണമെങ്കിൽ നിലവിൽ ഹോർമൂസിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള പ്രതിസന്ധി അത് അവസാനിക്കണമെങ്കിൽ ഇറാനും ഒമാനും തമ്മിൽ നിലവിൽ നടത്തുന്ന ചർച്ചകളിൽ അന്തിമ ധാരണയാകണം. അതൊരു പക്ഷേ ഇറാന് മേൽക്കൈയുള്ള പ്രാഥമിക കരാറാണ് എങ്കിൽ കൂടിയും അതിന് അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. മറ്റൊന്ന്, ഈ കരാറുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചില വിശദാംശങ്ങളുണ്ട്. അതായത് 60 ദിവസത്തെ താൽക്കാലിക കരാറായിരിക്കും ഇത്. അതിനും അപ്പുറത്തേക്കുള്ള ദിവസങ്ങളിൽ ഇറാൻ ഹോർമൂസിൽ 7% ഫീസ് ഈടാക്കും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഹോർമുസ് വഴി കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക്
ഫീസ് ഈടാക്കും. ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ചൈന, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ ഒഴിവാക്കി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുമെന്നതാണ്. മാത്രമല്ല ഒമാനും സമാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഒമാൻ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ 3% ഫീസ് അവരും ഈടാക്കും. അതായത് കഴിഞ്ഞ 28 വർഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹോർമൂസിൽ കാര്യങ്ങൾ എത്തുന്നു. അതായത് ഈ യുദ്ധം ഫെബ്രുവരി 28 ആരംഭിക്കുന്നതിന് മുൻപ് ഹോർമൂസ് വഴിയുള്ള ഗതാഗതം അത് പൂർണ്ണമായും ഫീസ് രഹിതമായിരുന്നു, ടോൾ രഹിതമായിരുന്നു. ഫീസ് എന്ന പേരിലാണെങ്കിൽ കൂടിയും ഒരു ടോൾ പിരിവ് ഹോർമൂസിൽ നടപ്പാക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെ കൂട്ടിവായിക്കേണ്ട മറ്റൊന്നു കൂടിയുണ്ട് രഞ്ജിത്ത്. അതായത് ഇറാനിൽ ഒരു പ്രാഥമിക ബില്ലിൽ ചർച്ച തുടങ്ങിയിരിക്കുന്നു അവരുടെ പാർലമെന്റിൽ. ആ ബില്ലിൽ പ്രധാനമായും ഉന്നയിക്കുന്ന വ്യവസ്ഥകൾ ഇറാന്റെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങൾ, അതായത് അമേരിക്ക, ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾ, അവർ ഹോർമൂസിലൂടെ അവരുടെ വാണിജ്യ കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസ്ഥകളടക്കം ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രാഥമിക ബില്ലിൽ ഇറാൻ പാർലമെന്റിൽ ചർച്ചയും തുടങ്ങിയിരിക്കുന്നു. പാർലമെന്റ് അംഗത്തെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് ഈ വ്യവസ്ഥകൾ അടക്കം ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. എന്തായാലും നിലവിൽ സാഹചര്യങ്ങൾ ഒരു സമീപ മണിക്കൂറുകളിലെങ്കിലും അതൊരു സാധാരണ നിലയിലേക്ക് വരുമെന്ന് തീർച്ചയായും സാധാരണ നിലയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണം. അത്തരം ചില സൂചനകളുണ്ട്. ട്രംപിന്റെ വാക്കുകളും അതാണ് നൽകുന്നത്. സാധാരണ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു ഭരണാധികാരിയാണ് ട്രംപ്. ഒരുപാട് വെല്ലുവിളികൾ ആക്രമിക്കും, തീർക്കും, ഇല്ലതായി കളയുമൊക്കെ പറയുന്ന ഭരണാധികാരി ഇപ്പോൾ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായി കാണുന്നു എന്നുള്ളതാണ് ഈ കരാറിൻ്റെ അല്ലെങ്കിൽ ഈ പുതിയ സാഹചര്യത്തിൻ്റെ പ്രത്യേകത.